സത്യമല്ലേ? ഒന്ന് കേട്ടു നോക്ക്. ഒരു ഉമ്മയല്ലേ നമുക്ക് ജീവിതത്തിലുള്ളൂ. ഉമ്മ പോയാൽ ഇനി ആര്? ഉമ്മ പോയാൽ കണ്ണിന്റെ കാഴ്ച പോയ പോലെ എന്നല്ല പറയേണ്ടത്, സൂര്യനെ അസ്തമിച്ച പോലെയാണ്. ഒരു ഇരുട്ടായിരിക്കും ജീവിതത്തിൽ. ഒന്നും ആരോട് പറയാനും കഴിയില്ല, ഒരു ടെൻഷൻ പറയാൻ കഴിയില്ല. കാരണം ബാക്കി ആരോട് നമ്മൾ ടെൻഷൻ പറഞ്ഞാലും അവരുടെ ടെൻഷൻ നമുക്ക് കേൾക്കേണ്ടി വരും. ഉമ്മാക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ ടെൻഷൻ ഉമ്മ കേട്ടാൽ, കുറേ ദിവസമായ മോനെ ഡോക്ടറെ കാണിച്ചിട്ടില്ല, എന്താ മോനെ ഒടുവ. അതൊരു സ്നേഹമാണ് സംഭവം. ആ സ്നേഹലോകം വല്ലാത്ത ലോകമാണ്. നമ്മുടെ നാടുകൾ ഇപ്പോൾ വൃദ്ധസദനങ്ങളാണ്. ഓരോ വീടും വൃദ്ധസദനം. 5 മക്കള്, ഓരോരുത്തരിങ്ങനെ വ്യത്യസ്ത ഗൾഫ് രാജ്യത്ത് വിത്ത് ദയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരൊന്നിച്ച് ആജിക്ക് അജുമിയും വൃദ്ധസദനത്തിന്. 5 ബെഡ്റൂമുള്ള വീടൊക്കെ ആയിരിക്കും, ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും. വൃദ്ധസദനങ്ങളാണ്. ആർക്ക്? അവരവർ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എൻ്റെ ജീവിതം, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എന്ന ലോകത്ത് ചുരുണ്ട് കടന്നുപോയി. ഉമ്മാനെ മറന്നിട്ടൊരു ജീവിതം ഒരാൾക്കുണ്ടോ? പോയി. അവൻ്റെ ഒരു ഇബാദത്തും അല്ലാഹു വേണ്ട. ഞാൻ ടൗണിൽ നിന്നല്ല വരുന്നത്, എന്നേരം പറഞ്ഞൂടെ തക്കാളി വാങ്ങാന്, ഇനിയിപ്പോ ആദ്യം വെയിലത്ത് പോകാനാ, എന്നെ കൊണ്ടാവില്ല എന്നാണ് പുതിയ സിദ്ധാന്തം. ഞാൻ എൻ്റെ ഭാര്യനെ കൂട്ടിയിട്ട് എവിടെ പോകുന്നു എല്ലാം ഇവിടെ പറയണം. ഇതെന്താ ഓഫീസാ എന്നതാണ് പുതിയ ചെറുപ്പക്കാരുടെ വർത്താനം. കല്യാണം കഴിക്കുന്നവരെ ഉമ്മയായിരുന്നവൻ്റെ എല്ലാം. പിന്നെ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും മോനെ നീ ഒഴിവാക്കി പോകേണ്ടതല്ല ഉമ്മ. ബാക്കി ഏത് തെറ്റായാലും ആഖിറത്തിലായിരിക്കും അതിന്റെ ശിക്ഷ ഉണ്ടാവുക. ഇത് ദുനിയാവ് തന്നെ കിട്ടിത്തുടങ്ങും. ഉമ്മാനെ എങ്ങാനും ഉപ്പാനെ എങ്ങാനും ബുദ്ധിമുട്ടിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും. സത്യമല്ലേ? നമ്മൾ തന്നെ എത്ര ആളുകളെ കാണുന്നുണ്ട് ക്യാൻസറും മറ്റു രോഗങ്ങളുമായിട്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മാതാപിതാക്കളെ വേദനിപ്പിച്ചത് തന്നെയാണ്. അള്ളാഹുവെ നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. പുതുതലമുറ നിർബന്ധമായിട്ടും ചിന്തിക്കേണ്ട, പറയേണ്ട വിഷയം തന്നെയാണിത്.